കൊടുത്ത് ബഹുമാനപ്പെട്ട കൊയ്യോടുത്താത് ജിബ്രീതങ്ങള്, അതേപോലെ ഉമർവൈജി, ഡോക്ടർ വഹാബുദ്ദീൻ നദ്വി, അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ നടപടി എടുക്കാത്തത് ആരെ ഇവര് ഭയപ്പെടുന്നത്? ആരെ ഭയപ്പെടുന്നത്? ഈ സമസ്തയാണോ ഔലിയാക്കന്മാർ നിയന്ത്രിക്കുന്നത് നിങ്ങൾ പറയുന്നത്? ആണെങ്കിലാണെന്ന് പറയും. എന്റെ പേരില് നടപടിയെടുക്കും. ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധാണെന്ന് പറഞ്ഞിട്ട് 2 വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്ത് കിട്ടി. ഉമർ വൈസിത്താവിന്റെ ഒരു കളിയിലാണ് വന്ന്, ഉമർ വൈസിത്താവിന്റെ ഒരു കളിയിലാണ് വന്ന്. എന്താ എന്റെ പേരിൽ നടപടി എടുക്കാത്തത്? സമസ്തക്ക് പണഞ്ഞ്, സമസ്തക്ക് ആൾക്കാരിഞ്ഞ്, വക്കീലിഞ്ഞ്, എന്താ നടപടി എടുക്കാത്തത്? എന്താ നടപടി എടുക്കാത്തത്? അവിടെ കുട്ടികളെ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി സമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട്. സമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. എനിക്ക് നീതിയാ കിട്ടേണ്ടിയേ, എനിക്ക് നീതിയാ കിട്ടേണ്ടിയേ, എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടിയത്. എത്തിയും കുട്ടികളെ മുതല് കട്ടോനെ, എത്തിയും കുട്ടികളെ മതബൗദ്ധിക വിദ്യാഭ്യാസം തട്ടിതാകർത്തോനെ സംരക്ഷിക്കലല്ല സമസ്തന്റെ പ്രവർത്തകര് പണി. നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? ആ മക്കളുള്ള ആൾക്കാര് ഏത് നേതാവിന്റെ മുന്നിൽ പറയേണ്ട കാര്യം പറയുന്നവൻ ഓതന്നെ സമസ്തന്റെ പ്രവർത്തകൻ. ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ, ഞാൻ പറയാമെന്നവരാ, പറഞ്ഞിട്ടേ പോകൂ, പറയാമെന്നാ പറഞ്ഞിട്ടേ പോകൂ. അത് യവൻ വന്നാലും ശരി, മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും. മരണം വരെ. ജിബ്രീ മുത്തുക്കോയ തങ്ങളെ 2 മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജിബ്രീ തങ്ങളെ 2 മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആരെ ഇവര് പേടിക്കണേ? അതുകൊണ്ട് ഞാൻ നല്ല നിലക്ക് ഇവിടെ മുണ്ടാതെ നിൽക്കാൻ വന്ന ഇന്റെ ഈ ഫ്ലക്സ് വെച്ച് കീറാന്നുണ്ടെങ്കിൽ അവിടെ സമസ്തന്റെ ആദർശം സ്വന്തം ചിന്തിച്ചാ മതി, സ്വന്തം ചിന്തിച്ചാ മതി. ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിൽ 53 ജില്ലാതെ ഏക്കറുള്ള ഒരു സ്ഥാപനമാണ്. എയ്ഡഡ് അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ മറവില് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഓരോ സീറ്റിലും വാങ്ങുന്നത് ഇവരൊക്കെ അവിടെ ഫുഡടിക്കുക. ഇതാണ് അവസ്ഥ. ഇത് പറയാനാ ഞാൻ വന്നത്. പരാതി കൊടുത്തിട്ടിപ്പോ ഒരു വർഷത്തോളായി. എളമര തീങ്ങാന, വായക്കാട് എടമണ്ടപ്പാറ. മാന്യമായിട്ട് പറയാൻ വന്നാണ്. എന്തിനാവര് പേടിച്ചിനെ? ആരെവര് പേടിച്ചിനെ? ഒരു ഫ്ലക്സ് പൊന്തിച്ചാൽ ഒഴിച്ചു പോണ ആദർശാണോ സമസ്തക്കുള്ളത്? ഒരു ഫ്ലക്സ് ആരെങ്കിലും പൊന്തിച്ചാൽ ഒഴിച്ചു പോണ ആദർശാണോ സമസ്തക്കുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. ഇതൊന്നും ശരിയല്ല. 2 ഫ്ലക്സ് ഉണ്ടായില്ലേ? ആ ഒരു ഫ്ലക്സ് പ്രവാദ ഓഫീസിന്റെ ഉള്ളിലാണ് കൊണ്ടുപോയി. ഈ എളമര യത്തീംഖാന പ്രശ്നം പരിഹരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ഓഫീസിലും സമസ്തന്റെ മുഷാവറയിലും പോയിട്ട് ചില നാട്ടിൽ നേരത്തെ തന്നെ സ്വഭാവദൂഷ്യം കൊണ്ട് പ്രസിദ്ധനായ ഒരു ചെങ്ങായി ഫ്ലക്സും പിടിച്ചിരിക്കണതായിട്ട് കണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ചെങ്ങായി അതല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യണമെന്ന് മനസ്സിലായി. സാധാരണക്കാരനുള്ള എനിക്ക് മനസ്സിലായ കാര്യം, പിന്നെ എളമര യത്തീംഖാനയിൽ വായിച്ചാക്ക മരിച്ചതിന് ശേഷം, എൻ്റെ പഴയ പ്രസിഡന്റ് മരിച്ചതിന് ശേഷം അതിൻ്റെ പുതിയൊരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ വായിച്ചാക്കാൻ്റെ കുടുംബക്കാരെയും മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ അതായത് പൂർവ്വ വിദ്യാർത്ഥികളൊരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡന്റായിട്ട് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാക്കുകയും ചെയ്തു. അങ്ങനെ 2-3 കൊല്ലം ഓടി. എന്നാൽ പിന്നീട് അത് കമ്മിറ്റിയൊക്കെ പ്രശ്നമായി. പിന്നെ വായിച്ചാക്കാൻ്റെ കുടുംബങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കമ്മിറ്റി വന്നു. അതിൻ്റെ പ്രസിഡന്റായിട്ട് പാണക്കാട് സയ്യിദ് ബഷീർ അലി തങ്ങളെ ആക്കി. അപ്പോൾ ഇവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. പിന്നെ കുടുംബമല്ല അത് നടത്തേണ്ടത്, ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ അധികാരം എന്ന് പറഞ്ഞിട്ട്, വഖഫ് ചെയ്തവരുടെ മക്കളൊന്നുമല്ല, ഞങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അനുകൂലമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റിക്കാണ് അതിൻ്റെ അധികാരം എന്നാണ് ഞാൻ കോടതി വീഴ്ചയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൽ സമസ്തക്ക് എന്താ ചെയ്യാനുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സമസ്തയുടെ മുമ്പിൽ ഇത് കൊടി പിടിച്ചിരിക്കണ എന്തിനാണ്? ഈ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പ് കുറെ ആൾക്കാർ നിൽക്കാന്ന് പറഞ്ഞ മാതിരി ഇത് സമസ്തക്ക് എന്തെങ്കിലും പിന്നെ അധികാരമുള്ള സ്ഥാപനമാണോ? അല്ല. സമസ്തയുടെ ജിഫ്രി തങ്ങളെ പോലുള്ള ആരെങ്കിലും അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ആണോ? അല്ല. പാണക്കാട് റഷീദ് അലി തങ്ങളും പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങളും അതിന്റെ ഇപ്പൊ നേരത്തെ ഉള്ള പ്രസിഡന്റ് ഇപ്പോൾ ഓല് തമ്മിലുള്ള കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇതിനെന്തിനാണ് സമസ്തന്റെ മുമ്പിൽ പോയിരിക്കണതെന്ന് എനിക്ക് മനസ്സിലായി. ആ പാണക്കാട്ട് പോയിട്ടല്ലേ ഇത് പറയേണ്ടത്, അവിടെ പോയിട്ടല്ലേ കൊടി പിടിച്ചിരിക്കേണ്ടത്. കാരണം സമുദായത്തിന് എന്തൊരു പ്രശ്നം പരിഹരിക്കുന്ന നമ്മളെ പാണക്കാട്ടെ കോടതി അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ മുഷാവറന്റെ മുമ്പിൽ ഇത് പോയിക്കണത്? ഇനിയിപ്പോ മുഷാവറ ഫത്ത് വർക്ക് ചെയ്യാച്ചിട്ട് ഇവിടുത്തെ ട്രസ്റ്റും ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ നിയമങ്ങളും മാറുമോ? എന്താണ് ഇവർ ചെയ്യണതെന്ന് മനസ്സിലാവണില്ല.